തൃശ്ശൂരിലെ അവസാനത്തെ കോൺഗ്രസ്സുകാരനെ ഞാൻ ഊറ്റിയെടുക്കും. ഇത് പറഞ്ഞ ഞാനല്ല, അങ്ങനെ പറഞ്ഞാലൊക്കെ ചെയ്യുന്നൊരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ. പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും, ചെയ്യുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേരാണ് ലീഡർ കരുണാകരൻ. ആ കരുണാകരൻ്റെ ഒരു മകൾ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ വിവാദങ്ങൾക്കിടയിൽ, ഏത് വിവാദം, കന്യാസ്ത്രീ വിവാദങ്ങൾക്കിടയിൽ ഒരു പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നൊന്ന് പോയി. ആ സമയത്ത് തൃശ്ശൂരിലെ പിതാവിനെ കാണാൻ പോയ കൂട്ടത്തിൽ തൃശ്ശൂരിൽ 100 കോൺഗ്രസ്സുകാർ പത്മജ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ BJP ചേരുന്നതിൻ്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് ഒരു പട്ടിക്കുട്ടി പോലും പോയില്ല, പൂച്ചക്കുട്ടി പോലും പോയില്ലെന്ന്. അതേപ്പം 100 പേരെ കൊണ്ടുപോയി ബ്ലോക്ക് പ്രസിഡന്റ്, KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി 100ഓളം പേരെ കൊണ്ടുപോയെന്ന് മാത്രമല്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിൻ്റെ ശപഥമാണ്. ഞങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഇങ്ങ് എടുക്കും. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ തന്നെ പറയുന്നത്, ഇനി തൃശ്ശൂരിലെങ്ങാനും മത്സരിക്കുമോ കോർപ്പറേഷൻ മേയറാകാൻ, അതും അറിയാൻ കഴിയില്ല. എന്നിട്ട് അവർ പണി തുടങ്ങി. അവർ പറഞ്ഞിരിക്കുന്നത് ഓരോ മാസവും ഞാൻ 100 പേരെ കൂടെ കുറഞ്ഞത് കൊണ്ടുവരും, തൃശ്ശൂരിലെ അവസാനത്തെ കോൺഗ്രസ്സുകാരനെ ഞാൻ ഊറ്റിയെടുക്കും. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ ആര് കൂടെ നിന്നാലും സഹായിക്കും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കരുണാകരൻ സഹായിക്കും. അവരുടെ മകളാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ മകളാണ് ഞാൻ. കൃത്യമായി എന്നോടൊപ്പം വരുന്ന സഹപ്രവർത്തകരെ ഞാൻ സഹായിച്ചിരിക്കും, എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കോൺഗ്രസ്സിൽ നിന്നപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, രാത്രിയോ പകലോ ഉറങ്ങാൻ കഴിയാതെ എൻ്റെ വാട്സപ്പിലും എന്നെ ഫോൺ വിളിക്കുന്നവരും ചേച്ചിയെ തീർത്തില്ലേ, ചേച്ചിയെ തകർത്തില്ലേ എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴിതാ എനിക്ക് ഒരു സ്ഥാനവും BJP തന്നില്ലെങ്കിലും ഞാൻ സുഖമായി ഉറങ്ങുന്നു. ഈ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഞാനും അതോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ പത്മജ വേണുഗോപാൽ വല്ലാത്ത രീതിയിൽ ആവേശപ്പെടുന്നത് കണ്ടു. ഇനി അങ്ങനെയെങ്കിലും സംഭവിക്കും. കാര്യം തൃശ്ശൂർ മണ്ഡലം തീർച്ചയായിട്ടും ആരെ കൂടെ ഉള്ളതാണ്, BJPയുടെ കൂടെ ഉണ്ട്. അതിനിടയിൽ വന്നുപോയൊരു പ്രശ്നമാണ് ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നം. പക്ഷേ അത് ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ നന്നായി അത് BJP പരിഹരിച്ചു. രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ പരിഹരിച്ചു. അവസാന ഗോൾ അടിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും തന്നെയാണ്. അതിനിപ്പോൾ ഒന്ന് ചൂടായി തണുത്ത് വന്നിട്ട് 1-2 ദിവസം കൂടി ജനങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. എന്തായാലും അവിടുത്തെ പിതാവും പിന്നെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെയും KCBCയുടെയും ഒക്കെ ആളുകൾ പറഞ്ഞു, ഇത് രാജീവ് ചന്ദ്രശേഖറും അമിത്ഷായും നരേന്ദ്രമോദിയും ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയതെന്ന് പറയുന്നു. ജാമ്യമൊക്കെ ഇത്ര പെട്ടെന്ന് കിട്ടി, അത് NIA കോടതിയിൽ കൊണ്ടുപോയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ഹൈക്കോടതിയിൽ പോയി സമയത്ത് കാലത്തൊന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷേ എന്തായാലും അത് കിട്ടിയതിൽ അവർക്ക് പങ്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, തൃശ്ശൂരിലെ പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് അത് ആരാണോ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്, അവരിൽ നിന്ന് കൃത്യമായി ആ കോർപ്പറേഷൻ പിടിച്ചിരിക്കും, ഞങ്ങളിങ്ങെടുക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അവർ പണി തുടങ്ങി, ധാരാളം ആളുകളെ അവരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുപോയി തുടങ്ങി. ഇപ്പോൾ നേതാക്കളെയാണെങ്കിൽ നാളെ അണികളെയും അവർ കൊണ്ടുപോകും. തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ ഓൺ എയർ.